ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ദാബ ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. ഇതിന് കോമ്പിനേഷനായിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ പത്തിരിയാണ് കേട്ടോ. ഈ ഒരു ബട്ടർ പത്തിരിയും ചിക്കൻ കറിയും കൂടിയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് മാത്രം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മെൽറ്റായിട്ടെടുക്കുക കേട്ടോ. ഈ ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ കറിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഗീ ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ചെറിയ ജീരകം ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ചെറിയ ജീരകത്തിൻ്റെയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും കൂടിയും ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഈ ഒരു ടൈമിൽ നല്ലൊരു ഫ്ലേവർ ആയിക്കാരം കേട്ടോ, നല്ലൊരു മണയിക്കാരം ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക, കരിഞ്ഞു പോവരുത് കേട്ടോ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു കറിയിലേക്ക് ചിക്കൻ പീസ് ചെറുതാക്കി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ചെറുതുമല്ല, എന്നാൽ നല്ല വലിപ്പം ഉണ്ടാവരുത്. ഒരു മീഡിയം വലിപ്പത്തിൽ ഒന്ന് ചെറുതാക്കിയിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു ചിക്കന് വൈറ്റ് കളറാവുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഫ്രൈ ആവണവരെ, വൈറ്റ് കളറൊന്ന് ചേഞ്ച് ആവണവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കരിഞ്ഞ് പോവരുത് കേട്ടോ. അങ്ങനത്തെ വൈറ്റ് കളർ ആവുന്ന ടൈമിൽ നമ്മളിതിലേക്ക് 2 പച്ചമുളക് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 മീഡിയം സൈസുള്ള സവാള ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറുതാക്കി തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പം തന്നെ നമുക്ക് മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ 2 ടീസ്പൂൺ തന്നെ മുളക് പൊടി. പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. എരിവിന് ആവശ്യത്തിന് മാത്രം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, അപ്പം 1 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു മസാല പൗഡേഴ്സ് എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഈ ചിക്കനിലൊന്ന് ഇത് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബട്ടറിൽ സാൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ, കൂടി പോവരുത്. അങ്ങനെ ഈ ഒരു മസാല ഇതിലെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തുകൂടെ കുറച്ച് മാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലെ കൂടെ ഒഴിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിക്കനിലുള്ള മസാല എല്ലാം ഒന്ന് ഇളകി പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സൈഡിൽ കൂടെ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഈ ഒരു ചിക്കന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. വല്ലാതെ കുക്കിംഗ് ടൈം ഒന്നും വേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ നല്ലോണം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കാരണം ചെറിയ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം പാടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് കട്ടത്തൈരാണ് കേട്ടോ. പുളിയില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളെ കയ്യിൽ പുളിയൊക്കെ ഉള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തൈര് ഒരു അരിപ്പയിലേക്കൊന്ന് ഒഴിച്ച് വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് പോണവരെ ഒന്ന് ടൈം എടുക്കുക. കുറച്ച് നേരം ഒന്ന് അതിലേക്ക് ആക്കി വെച്ചിട്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിത് കട്ടത്തൈരായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ കുറച്ചധികം തന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കട്ടോ. കാരണം ഈ ഒരു തൈരിൻ്റെയും അതേപോലെ കറിവേപ്പ് മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഈ ഒരു ചിക്കനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 മിനിറ്റ് ഒന്നും കൂടിയും അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ കസൂരി മേത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല.
കുറച്ചും കൂടി കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊരു ഗ്രേവി ആവണ ടൈമിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറുമ്പം ഒന്നും കൂടി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്. ഒരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇതിന് കോംബോ ആയിട്ട് ചപ്പാത്തിയും പൊറാട്ടയും അപ്പവും പത്തിരിയും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ പത്തിരിയാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് ബട്ടർ പത്തിരിയും ഈ ഒരു ചിക്കൻ കറിയും കൂടി കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.